നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. സർക്കാർ ഭൂമി സംബന്ധിച്ചുള്ള 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം ചെയ്ത വീഡിയോ ഹാരിസണുമായി ബന്ധപ്പെട്ടുള്ള ആ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഈ 4ാമത്തെ വീഡിയോ. 2-3 വീഡിയോകൾ ടാറ്റയുടെ കൈവശം ഇരിക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കണ്ണദേവൻ ഹിൽസിലെ മൂന്നാർ ഭാഗത്തുള്ള ഭൂമിയെപ്പറ്റി ആണ് പ്രതിപാദിച്ചിരുന്നത്. ഇന്ന് പ്രതിപാദിക്കുന്നത് ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. തിരുവിതാംകൂറിൽ ധാരാളം സർക്കാർ ഭൂമികൾ ഉണ്ടായിരുന്നതും തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് 4 നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. ഈ നാട്ടുരാജാക്കന്മാർക്കെല്ലാം തന്നെ ഫ്രീ ഹോൾഡ് അവകാശം എന്ന പേരിൽ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി കൈവശം വച്ചിരുന്നു. അങ്ങനെ 4 നാട്ടുരാജാക്കന്മാരിൽ വഞ്ഞിപ്പുഴ ആസ്ഥാനമായിട്ടുള്ള ചെങ്ങന്നൂർ ആസ്ഥാനമായിട്ടുള്ള വഞ്ചിപ്പുഴ മഠം കൈവശം വച്ചിരുന്ന 3 പ്രധാന എസ്റ്റേറ്റുകളുണ്ട്. അതിൽ ചങ്ങനാശ്ശേരി താലൂക്കിലെ ചിറക്കടവ് എസ്റ്റേറ്റും ഈ പറയുന്ന ചെറുവള്ളി എസ്റ്റേറ്റും അതുകൂടാതെ പെരുവന്താനം, അത് പിരിമേട് താലൂക്കിൽപ്പെട്ട പെരുവന്താനം എസ്റ്റേറ്റ്, ഈ 3 എസ്റ്റേറ്റുകളാണ് പ്രധാനമായിട്ടും വഞ്ചിപ്പുഴ മഠത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ ഭൂമികളെല്ലാം തന്നെ തിരുവിതാംകൂർ കൊച്ചിയിലെ ഇടവക റൈറ്റ്സ് അക്വിസിഷൻ ആക്ട് 1955 പ്രകാരം സർക്കാർ പൊന്നുവിലയ്ക്ക് കൊടുത്ത് ഈ ഭൂമി ഏറ്റെടുത്തിട്ടുള്ളതാണ്. 4 നാട്ടുരാജാക്കന്മാരുടെയും ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ 1955 ഇടവക റൈറ്റ്സ് അക്വിസിഷൻ ആക്ടിൽ ഈ പറയുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് വഞ്ചിപ്പുഴ മഠത്തിൽ നിന്നും 4,16,358 രൂപ കോമ്പൻസേഷൻ കൊടുത്താണ് ഏറ്റെടുത്തിട്ടിരിക്കുന്നത്. ഇവർക്ക് മാത്രമല്ല കൊടുത്തിട്ടുള്ളത്, മറ്റ് 3 നാട്ടുരാജാക്കന്മാർക്കും കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സർക്കാർ പൊന്നുമലയ്ക്കെടുത്ത ഭൂമിയാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. അങ്ങനെ എസ്റ്റേറ്റ് ചുമ്മാതങ്ങ് എടുത്തതല്ല, ഈ ആക്റ്റിൽ കൃത്യമായി ഏറ്റെടുക്കുന്ന ഭൂമിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത് കൂടാതെ തന്നെ കാഞ്ഞിരപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ ഡോക്യുമെൻ്റ് നമ്പർ 4581/55 പ്രകാരം അന്നത്തെ തിരുവിതാംകൂർ കൊച്ചി ചീഫ് സെക്രട്ടറി ആയിരുന്ന BVK മേനോനും വഞ്ഞിപ്പുഴ മഠത്തിൻ്റെ അവകാശികളും തമ്മിൽ ഉള്ള ഈ കോമ്പൻസേഷൻ കൊടുക്കുന്നത് സംബന്ധിച്ചും അവരുടെ ടൈറ്റിൽ ഉൾപ്പെടെ ഈ കോമ്പൻസേഷൻ്റെ ഭാഗമായിട്ട് വിലക്കെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഡോക്യുമെൻറ്റിലൂടെ പ്രതിപാദിച്ച് ഡോക്യുമെൻ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഡോക്യുമെൻറ്റിൽ ഏറ്റെടുത്ത സ്ഥലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഇടപ്പള്ളി എസ്റ്റേറ്റ് ഉണ്ട്. വഞ്ഞിപ്പുഴ മഠ ഇടവക റൈറ്റ്സ് അക്വിസിഷൻ ആക്റ്റിലും എന്തുണ്ട്, ഈ പറയുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ആക്റ്റിലും ചെറുവള്ളി എസ്റ്റേറ്റ് ഉണ്ട്. ആക്റ്റ് മാത്രമല്ല, ഏറ്റെടുത്ത ഇതിലേക്ക് അന്നത്തെ ചീഫ് സെക്രട്ടറി ഒപ്പിട്ടിരിക്കുന്നത് കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും അന്നത്തെ ഗവൺമെൻറ്റിന് വേണ്ടിയാണ് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പം അതിലും കൃത്യമായിട്ട് ഈ പറയുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ സർക്കാർ പൊന്നുവിലക്കെടുത്ത ഭൂമിയാണിത്. അതിനുശേഷം 1970 അധികാരത്തിൽ വന്ന അച്യുതമേനോൻ ഗവൺമെൻറ് ഒരു ഓർഡിനൻസ് തയ്യാറാക്കി ഈ സ്ഥലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കണ്ടുകെട്ടുന്നതിനായിട്ട് ഏറ്റെടുക്കുന്നതിനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് ഓർഡിനൻസ് തയ്യാറാക്കി അയച്ചിരുന്നതും പിന്നീട് അത് സൂര്യപ്രകാശം കാണാതെ വന്നിട്ടുള്ളതും ആ ഓർഡിനൻസിലെ 5ാമത് കമ്പനിയായിട്ട് മലയാളം പ്ലാന്റേഷൻ രേഖപ്പെടുത്തിയിട്ടുള്ളതും അതിൽ 4ാമത് എസ്റ്റേറ്റായിട്ട് ഈ പറയുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഈ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഹാരിസൺ അവരുടെ 1600/1923 ഡോക്യുമെൻറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊല്ലം SRIയിൽ ഒരു
ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടും ആ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വിജിലൻസ് എൻക്വയറി 1/2013 വിജിലൻസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2 നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഡോക്യുമെൻ്റ് പ്രകാരം 4 ജില്ലകളിലായിട്ട് 25,000-ലധികം ഏക്കർ ഭൂമി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, മുൻ വീഡിയോയിൽ അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ആ 4 ജില്ലകളിൽപ്പെട്ട സ്ഥലങ്ങളിൽ കൊല്ലം ജില്ലയിലെ 2 എസ്റ്റേറ്റുകൾ, അമ്പനാട് എസ്റ്റേറ്റും റിയ എസ്റ്റേറ്റും ഹാരിസൺ വിലയ്ക്ക് വിറ്റിട്ടുള്ളതാണ്. പിന്നീട് ഞാനീ പറഞ്ഞ ഈ വഞ്ഞിപ്പുഴ മഠത്തിൻ്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ കൊടുത്ത് ഏറ്റെടുത്തിട്ടുള്ള ഈ പെരുവന്താനം എസ്റ്റേറ്റ് എന്ന് പറയുന്ന ബോയ്സ് എസ്റ്റേറ്റും അവർ വിലയ്ക്ക് വിറ്റിട്ടുള്ളതാണ്. നാലാമത് എഴുതിയ സെയിൽ ഡീഡാണ് നമ്മൾ ഈ പറയുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ സെയിൽ ഡീഡ്. അപ്പോൾ ആ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ സെയിൽ ഡീഡ് എഴുതുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വരുമ്പോൾ തന്നെ ഇന്ത്യയും ബ്രിട്ടനുമായിട്ടുള്ള എല്ലാ എഗ്രിമെൻറ്റുകളും അസ്ഥിരപ്പെട്ടിരുന്നു. ഒരു എഗ്രിമെൻറ്റും നിലനിൽക്കത്തില്ല ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നതോടുകൂടി. മാത്രമല്ല അത് കൃത്യമായിട്ട് ആ ആക്ടിലെ സെക്ഷൻ 7(1)(b) കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ കമ്പനീസ് ആക്ട് 1956 പ്രകാരവും ഒരു വിദേശ കമ്പനിക്ക് ഇന്ത്യയിൽ അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും കമ്പനീസ് ആക്ട് സെക്ഷൻ 3 പ്രകാരം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുമാണ്. ഇങ്ങനെയൊന്നും യാതൊരു രജിസ്ട്രേഷനും ഇല്ലാതെ കേരളത്തിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഇവർ കൈവശം വെച്ചിരുന്നതാണ്. ഈ ഭൂമികൾ ഓർഡിനൻസ് തയ്യാറാക്കി അയച്ചു. പിന്നെ അതിൽ കാര്യമായിട്ടൊന്നും നടന്നില്ല. 4ാമത്തെ സെയിൽ ഡീഡ് ഇവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് എരുമേലി സബ് രജിസ്ട്രാർ ഓഫീസിലാണ്. അത് 2/8/2005 2329/2005 എന്ന ഡോക്യുമെൻ്റ് നമ്പറിലാണത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 63 കോടി രൂപയ്ക്കാണ് ഹാരിസൺ ഈ ഭൂമി ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്ക് അന്ന് വിൽപ്പന നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ മൊത്തത്തിൽ ആധാരത്തിൽ തന്നെ പൊരുത്തക്കേടുകളാണ്. കാരണം ഹാരിസൻ്റെ ആധാരത്തിലുള്ള സർവേ നമ്പറുകളും ഈ പുതിയ ഡോക്യുമെൻ്റ്, അതായത് 2329/2005 സർവേ നമ്പറുകളും വ്യത്യസ്തമാണ്. അതുകൂടാതെ തന്നെ എക്സ്റ്റൻറ്റ്, അവരുടെ മൊത്തം ഏരിയ രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യത്യസ്തമാണ്. കാരണം പഴയ ആധാരത്തിൽ 2127.74 ഏക്കർ സ്ഥലം എന്ന് രേഖപ്പെടുത്തിയപ്പോൾ പുതിയ ആധാരത്തിൽ അത് 2263 എന്ന് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ വസ്തുക്കൾ ഏറ്റെടുക്കുന്നതിനായിട്ട് കാര്യമായ നടപടികളൊന്നും നടക്കാതെ സർക്കാർ ഒരു കേസ് ഹൈക്കോടതിയിൽ കൊടുക്കുകയും ആ കേസിൽ ഈ കമ്പനി അവകാശപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് അവർക്ക് ഫ്രീ ഹോൾഡിൽ കിട്ടിയ ഭൂമിയാണെന്നാണ്. എങ്ങനെയാണ്, ഏത് നിയമപ്രകാരമാണ് ഒരു വിദേശ കമ്പനിക്ക് ഫ്രീ ഹോൾഡിൽ ഭൂമി കിട്ടുന്നതെന്ന് ആർക്കും മനസ്സിലാവത്തില്ല. പരിഹാരം കഴിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാവത്തില്ല. പക്ഷെ നമ്മുടെ പ്രബുദ്ധ രാഷ്ട്രീയക്കാർക്ക് അത് മനസ്സിലാവുമായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ വരാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഹാരിസൻ്റെ 1600/1923 ഡോക്യുമെൻറ്റിൻ്റെ സാൻറ്റിറ്റി ഒരു FSL പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ FSL പരിശോധനയുടെ റിസൾട്ട് പ്രകാരം ഈ ആധാരത്തിൽ വെട്ടലുകളും തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും ഒക്കെ നടത്തി, അതിനാൽ ആധികാരികത നഷ്ടപ്പെട്ട ഒരു ആധാരമായിട്ടാണ് ഇതിനെ പ്രതിപാദിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ പ്രകാരം ഈ ഭൂമി, ഈ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഭൂമി സർക്കാർ ഭണ്ഡാരകാര്യം ചെറുവാർക്കൽ നിന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നിന്നും കൃത്യമായിട്ട് നമുക്കറിയാം ഇത് സർക്കാർ ഭൂമിയാണെന്ന്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലിത്തോ മാപ്പാണ്. ലിത്തോ മാപ്പ് പ്രകാരം ഇത് ഫോറസ്റ്റ് ലാൻഡാണ്. അതായത് വിദേശ കമ്പനിക്ക് ഇന്ത്യയിൽ ഫോറസ്റ്റ് ലാൻഡ് കൈവശം വെക്കാൻ ഒരു നിയമവും അനുവദിക്കുന്നില്ല. എങ്ങനെയായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ ഇതെല്ലാം ഇഷ്ടംപോലെ ഭൂമികൾ ഇങ്ങനെ കൈവശം വെച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടി വ്യാജ ആധാരവും വ്യാജ റെക്കോർഡുകളും വ്യാജ പോക്കുവരവുകളും
എല്ലാം നടത്താനായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ സദാ സജ്ജമാണ്. അതിന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സപ്പോർട്ടും ഒത്താശയും എല്ലാ കാലത്തും ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇക്കാര്യത്തിൽ ഏറ്റവും പ്രസക്തമായൊരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് 2011 ഉണ്ടായിട്ടുള്ളതാണ്. അത് സിവിൽ അപ്പീൽ നമ്പർ 1132/2011 ജഗ്പാൽ സിംഗ് ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്നാണ് ആ കേസിൻ്റെ പേര്. അത് 28/1/2011 അതിലെ വിധി വളരെ ദൂരവ്യാപകമായും വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്നതും കണ്ടമാനം സർക്കാർ ഭൂമികൾ നഷ്ടപ്പെട്ടുള്ളത് ഏറ്റെടുക്കാൻ പര്യാപ്തമായൊരു വിധിയുമാണ്. പക്ഷേ എന്തോ നമ്മുടെ കോടതികളിലോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലോ ഇങ്ങനൊരു കേസുണ്ടായിരുന്നതായിട്ടോ ഇങ്ങനൊരു കേസിൽ സുപ്രീം കോടതിയുടെ ഇങ്ങനൊരു വിധി ഉണ്ടായിരുന്നതായിട്ടോ എങ്ങും പരാമർശിച്ചിട്ടില്ല എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ പരാമർശിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനം അനുവദിക്കത്തില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. മാത്രമല്ല, ഈ വിധിയിലൂടെ അന്നത്തെ വിധിന്യായത്തിൽ ഒരു ഡിവിഷൻ ബെഞ്ച് വിധിയാണ്. അതിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ഓരോ ചീഫ് സെക്രട്ടറിമാരും, ഇന്ത്യയിലെ എല്ലാ ചീഫ് സെക്രട്ടറിമാരും ഈ അന്യാധീനപ്പെട്ട മുഴുവൻ സർക്കാർ ഭൂമികളും കണ്ടെടുത്ത് സംബന്ധിച്ച് റിപ്പോർട്ട് സുപ്രീം കോടതി കൊടുക്കണമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. സന്ദർഭവശാലോ അല്ലെങ്കിൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇങ്ങനൊരു കേസുള്ളതായിട്ട് നമ്മുടെ ഗവൺമെൻറ് എവിടെയും പറഞ്ഞതായിട്ട്, നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ടി വാദിക്കുന്നവരോ ആരെങ്കിലും ഏതെങ്കിലും കോടതി പറഞ്ഞതായിട്ടോ ഏതെങ്കിലും ഗവൺമെൻറ് ഉത്തരവിൽ ഇങ്ങനൊരു കേസുള്ളതായിട്ട്, ഇങ്ങനെ സർക്കാർ ഭൂമികൾ ഏറ്റെടുക്കാമെന്ന് സുപ്രീം കോടതിയിൽ വളരെ പരമപ്രധാനമായൊരു വിധിയുള്ളതായിട്ട് എങ്ങും തന്നെ പറഞ്ഞിട്ടും ഇല്ലാത്തതാണ്. എന്തായാലും ഇതിൽ നമുക്ക് ഈ ജഗ്പാൽ സിംഗ് ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിൽ വിധി അങ്ങനെ വിധി ഉണ്ടെന്ന് പോലും നമ്മുടെ സംവിധാനങ്ങൾ അറിയാനോ പറയാനോ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ ഇടവക റൈറ്റ്സ് അക്വിസിഷൻ ആക്ട് പ്രകാരം സർക്കാർ പൊന്നുമലയ്ക്ക് എടുത്ത ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇനി മറ്റൊരു ഭാഗത്ത് നമ്മുടെ വിദേശ കമ്പനികൾ 9 കമ്പനികളായിട്ട് 71 എസ്റ്റേറ്റ് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി നമ്മൾ ഓർഡിനൻസ് തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ് അയച്ചത്, അങ്ങനെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വേറൊരു ഭാഗത്ത് നിൽക്കുന്നു. ഇനി അരയണപ്പാട്ടം, ഒരെണ്ണപ്പാട്ടം, പണ്ടാരപ്പാട്ടം, ഇങ്ങനെ പല വക പാട്ടങ്ങളായിട്ട് വേറെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വേറെ പല ഭാഗങ്ങളിലായിട്ട് നിൽക്കുന്നു. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നമ്മളിവിടെ ഈ ഒരു ചങ്കുള്ള ഒത്തിരി മുഖ്യമന്ത്രിമാർ ഭരിച്ചു, 2 ചങ്കുള്ള മുഖ്യമന്ത്രിയും ഭരിച്ചു. ഇവർക്കാർക്കും ഇതിൽ തൊടാനുള്ള അല്ലെങ്കിൽ ഈ മാഫിയയെ തൊടാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. അപ്പം നമുക്ക് സന്ദർഭവശാൽ ആഗ്രഹിക്കാം, കണ്ണദേവൻ ഹിൽസ് റിസംപ്ഷൻ ആക്ട് പോലെ ഒരു നിയമനിർമ്മാണം നടത്താൻ നട്ടലുള്ള ചങ്കുറപ്പുള്ള ഒരു ഭരണാധികാരി കേരളത്തിന് ഉണ്ടാവും എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.